അപ്പോൾ ലാലും ചെയ്യാനുള്ള അവരോട് പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് പറ്റുന്നിട്ട് നിങ്ങളൊന്നും അങ്ങനെ മാറ്റിയെടുക്കപ്പെടേണ്ടി വരുമ്പോഴും നമ്മൾ പൂർണ്ണ തൃപ്തിയോടെയല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ ചില കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് അതിനകത്ത് കയറ്റേണ്ടി വന്നു. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ആഘോഷിക്കുന്ന പല സിനിമകളും ആ സമയത്ത് ഫ്ലോപ്പായിരുന്നു. തിയേറ്ററിൽ ഒട്ടും വർക്കാവാത്ത സിനിമകളാണ്. പത്മനാഭൻ സാറിൻ്റെ സിനിമകളായാലും അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. അതൊരു വലിയ യാദൃശ്ചികതയാണ്. കാരണം ഒരു ദിവസം ഇവിടെ കൊച്ചിയിലൊരു ബന്ധുണ്ടാവുന്നു. ആ ബന്ധു ദിവസം ലാലിന് ഫ്ലൈറ്റ് മിസ്സാവുന്നു. തിയേറ്ററിൽ പ്രേക്ഷകർ വേണ്ട രീതിയിൽ അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും 24 വർഷത്തിന് ശേഷം പ്രേക്ഷകർ തന്നെ അതിനെ ഏറ്റെടുത്തിട്ടാണ് ഈ സിനിമ വരുന്നത്. ലാൽ അങ്ങനെ ഒരു കഥ കേട്ടിട്ട് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞതായിട്ട് ഉണ്ടാവുക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഞാൻ ഡിയർ ഫ്രണ്ട് ചെയ്യുമ്പോഴും ഷൈജും സമീറും ആയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മളൊക്കെ ഇല്ലേ, നമുക്കിത് ബിസിനസ് ആക്കാൻ പറ്റും. ആ ഒരു ഉറപ്പാണ് നമുക്ക് ചില സിനിമകൾ ചെയ്യാൻ. ദിലീപിൻ്റെ അടുത്ത് അവർ തന്നെ പോയി കാണുകയും ദിലീപ് കഥ കേട്ട് ദിലീപിൽ ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ജർമ്മൻ ഇനി റിസൾട്ടുള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. നമ്മളേറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികളാണ്. രണ്ടുപേരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 2000-ൽ ദേവദൂതൻ, നമുക്കറിയാം ലാലേട്ടൻ്റെ വ്യത്യസ്തമായ കഥാപാത്രം, ഹൊററും കോമഡിയും സംഗീതവും എല്ലാം ചേർത്ത് വലിയ രീതിയിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയെങ്കിലും സാമ്പത്തികമായി വലിയ രീതിയിൽ അതിന് വിജയമുണ്ടായില്ല. എന്നാൽ ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഒത്തിരി പ്രതീക്ഷയാണ്. അതിൻ്റെ സംവിധായകനും അതിലെ നടനുമായ രണ്ടുപേരാണ് എന്നോടൊപ്പം. രണ്ടുപേർക്കും സ്വാഗതം. നമസ്കാരം. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് സിൽ സാർ. 2000-ൽ ഞാൻ ഈ സിനിമ കണ്ട ഒരു വ്യക്തിയാണ്. ഈ സിനിമ കണ്ട ഒരു വ്യക്തിയാണ്. അന്നും എനിക്കിഷ്ടപ്പെട്ട സിനിമ. നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ സിനിമ. വീണ്ടും ആ സിനിമ എത്തുമ്പോൾ സിബി മലയിൽ നിന്നുള്ള സംവിധായകൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മുഹൂർത്തമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? അല്ല, ഇത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന, അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം, തിയേറ്ററിൽ നിരാകരിക്കപ്പെട്ട ഒരു ചിത്രം 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളത്, അത് പ്രേക്ഷകരുടെ നിരന്തരമായ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് എത്തുന്നത്. അത് വലിയ സന്തോഷമുണ്ട്. കാരണം ഒരിക്കൽ നിരാകരിക്കപ്പെടുകയും നമ്മളെ വല്ലാതെ തളർത്തിക്കളയുകയും ചെയ്ത ഒരു സിനിമ കാലങ്ങൾക്ക് ശേഷം അന്ന് ജനിക്കാതിരുന്ന, അല്ലെങ്കിൽ അന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ആസ്വദിക്കാനുള്ള പ്രായമായിട്ടില്ലാത്തൊരു തലമുറ വീണ്ടും കാണാൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആഗ്രഹിക്കുന്ന ഒരു സിനിമയായി അതിനെ കാണുകയും ഒരു കൾട്ട് ക്ലാസിക് എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയുന്ന രീതിയിലുള്ളൊരു സ്റ്റേച്ചറിലേക്ക് ആ സിനിമ ഉയർന്നു വരികയും ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മോഹൻലാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എന്തോ പ്രേക്ഷകരോട് പറയാനുണ്ട്. ആ മുഹൂർത്തമാണ് വരുന്നത്. അന്ന് ലോഞ്ചിൻ്റെ അന്ന് ലാലേട്ടൻ പറഞ്ഞത് ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കല്ല. എന്തോ പറയാനുണ്ട് ഈ സിനിമയ്ക്ക്, അത് കേൾക്കാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഇനിയും കാണാനുണ്ട്. അതാണ് എനിക്ക് സത്യമായിട്ട് തോന്നുന്നത്. സിബിസാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ സിനിമകൾ ചെയ്ത ആൾ, ലാലേട്ടനുമായിട്ട് ഒത്തിരി കൈകോർത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് സിബിസാർ എന്ന വ്യക്തിക്ക് തോന്നുന്ന ഒരു പ്രണയം എന്തായിരുന്നു? അല്ലേ, നമ്മൾ എല്ലാവർക്കും ആദ്യത്തെ പ്രണയം വളരെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നതാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ എൻ്റെ ആദ്യത്തെ പ്രണയം ദേവദൂതനാണ്. ദേവദൂതൻ എന്ന് പറയുന്നത് ഈ കഥയാണ്. ദേവദൂതൻ എന്ന പേരൊക്കെ പിന്നീട് ഉണ്ടായത്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റാണ്, ഈ കഥയുടെ ഒരു ആദ്യ രൂപമാണ്. എൻ്റെ ആദ്യ സിനിമയായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച് രൂപപ്പെടുത്തിയ കഥയാണ്. അപ്പോൾ അതെന്നും എനിക്ക് സ്പെഷ്യലാണ്. എൻ്റെ ഹൃദയത്തിൽ എന്നും അതിൻ്റെ ഏറ്റവും നല്ലൊരു വേർഷൻ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഏറ്റവും ആദ്യമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് സിനിമയുമായിട്ട് എത്തണമെന്ന് ആഗ്രഹിച്ച ഒരാൾ 18 വർഷം കാത്തിരുന്നു അതിൻ്റെ മറ്റൊരു വേർഷനിലേക്കെങ്കിലും അത് തിയേറ്ററിലെത്താൻ. അവിടെ നിരാകരിക്കപ്പെടുകയും നിരാശപ്പെടുത്തുകയും ചെയ്തൊരനുഭവത്തിൽ നിന്നും വീണ്ടും 24 വർഷങ്ങൾക്ക് ശേഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ജനറേഷൻ്റെ മുമ്പിലേക്ക് ഈ സിനിമയായിട്ട് വരാൻ ഒരു സംവിധായകനും അത്തരത്തിലുള്ളൊരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഇത് എനിക്ക് തോന്നുന്നു അന്നൊന്നും ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാത്ത കാലഘട്ടം അല്ലേ? വീണ്ടും ആ സിനിമ വരുന്നു. വിനീത് എന്ന കഥാപാത്രം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ച കഥാപാത്രമാണ്. വീണ്ടും ഒരു അഭിമുഖത്തിലേക്ക് വരികയാണ് നമ്മൾ. അതാണ് ഏറ്റവും രസം. അന്നൊന്നും ആ കാലഘട്ടത്തിലില്ല. നമ്മൾ പത്രത്തിൽ പരസ്യം കണ്ട് ആ സിനിമയ്ക്ക് പോകുന്ന കാലഘട്ടത്തിൽ മാറി ഡിജിറ്റലിൻ്റെ കാലഘട്ടം വന്നു. അന്നും ഇന്നും താങ്കൾ ഇഷ്ടപ്പെടുന്നു ഈ സിനിമ റിലീസിങ് വരുമ്പോൾ നിങ്ങളോടുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ് പ്രേക്ഷകർക്ക്. കുറച്ച് മുമ്പ് നിങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. വല്ലാത്തൊരു അനുഭവമാണല്ലേ? അതെ, ഞാൻ ഈ അടുത്തൊരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 2 കുട്ടികൾ അങ്ങ് ദൂരത്ത് നിന്ന് ഓടി വരുമായിരുന്നു.
ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞാണ്, ചേട്ടാ ഞങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആട്ടോ. അത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരു പുതിയ സിനിമ വരുന്നത് അതേ ഫീലിലാണ് കാത്തിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. പിന്നെ നേരത്തെ സിബ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അന്ന് ഫസ്റ്റ് റിലീസായപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർ വേണ്ട രീതിയിൽ അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും 24 വർഷത്തിന് ശേഷം പ്രേക്ഷകർ തന്നെ അതിനെ ഏറ്റെടുത്തിട്ടാണ് ഈ സിനിമ വരുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പലപ്പോഴും കുറേ തള്ളലുകൾ നമ്മൾ നടത്താറുണ്ടല്ലോ, ഇങ്ങനെ ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദേവദൂതന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഓൾറെഡി കണ്ട് അതിനെ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയെക്കുറിച്ചിട്ട് പറയാൻ. സിനിമയുടെ എല്ലാ ആസ്പെക്ട്സും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് ഈ സിനിമ വീണ്ടും വരുന്നത്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഈ കോവിഡ് ടൈമിൽ, ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ സിനിമ വീണ്ടും ആളുകൾ റീവാച്ച് ചെയ്യുകയും ആ സിനിമയുടെ എസെൻസിലേക്ക് എത്തിയത്. ആദ്യം അന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതിനകത്തൊരു ജോണർ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അന്നത്തെ പ്രേക്ഷകർക്ക്. ഇത് ഒരു ഹൊററാണോ അല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ സിനിമയാണോ, അങ്ങനെ പല കൺഫ്യൂഷൻസ് വന്ന് നിലനിന്നിരുന്നു. പക്ഷെ പിന്നീട് കൃത്യമായിട്ട് അതൊരു അൾട്ടിമേറ്റ് ഒരു എന്താ പറയുക, കാലത്തിന് അതീതമായിട്ടുള്ളൊരു പ്രണയം അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിഞ്ഞ ഒരു ജനത, ഒരു യൂത്ത് ഉണ്ടാവുകയും അവരാണ് ആ സിനിമയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന് കൃത്യമായിട്ട് നമുക്ക് സിബ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പ്രിൻ്റ് അവിടെ ബാക്കിയായി എന്നുള്ളതാണ് ഏറ്റവും വലുത്. നമുക്ക് അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സംവൺ എന്ന് പറയുന്നത് അർത്ഥമാകുന്ന അവിടെയാണ്. കാരണം ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഒന്നും കോപ്പികളില്ല. കാരണം ചെന്നൈയിലുണ്ടായ ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരുപാട് പ്രിൻ്റുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിൻ്റ് നമുക്ക് വേറെ ഏതോ ഒരു സ്റ്റേറ്റിൽ ബാക്കിയായതാണ്. അങ്ങനെ കിട്ടി അത് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയോടും കൂടി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിദ്യാജിയുടെ മ്യൂസിക്കും ആ ഒരു വലിപ്പം, ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് എനിക്കത് ഈ അറ്റ്മോസിൽ കേൾക്കാൻ വേണ്ടിയിട്ട്, ഈ 4K കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് സിബിസാറ് കൈപിടിച്ച് ഉയർത്തിയ ഒരു കലാകാരൻ അല്ലേ. അത് കാലഘട്ടത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ മാറ്റത്തിനോടൊപ്പം വീണ്ടും യാത്ര തുടങ്ങിയാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നത്. സിബിസാറിനെ കുറിച്ച് അന്നത്തെ കാലം, അന്നത്തെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ സിബിസാർ അന്ന് എങ്ങനെയായിരുന്നു, ഇന്നത്തെ സിബിസാർ എങ്ങനെയാണ്? അന്നും ഇന്നും സിബിസാറിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഞാനൊരു സംവിധായകനായി നിൽക്കുമ്പോഴും ഞാനൊരു ആക്ടറിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് എൻ്റെ റോൾ മോഡൽ സിബിസാറാണ്. കാരണം സാറ് എനിക്ക് പറഞ്ഞു തന്നതും സാറ് മറ്റു ആർട്ടിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭരതത്തിൽ ഭരതേട്ടൻ, പറവൂർ ഭരതേട്ടൻ്റെ ഒരു ഷോട്ട്, ഒരു ചെറിയ ഡയലോഗാണ്, പക്ഷെ അത് റീടേക്ക് വന്ന് 14-18 റീടേക്ക് അന്ന് വന്നിരുന്നു. അപ്പോഴും സാറ് ചിരിച്ചുകൊണ്ട് നിന്നിട്ടാണ് വീണ്ടും വരട്ടാ കുഴപ്പമില്ല ആ ഒരു, കാരണം അന്ന് ഫിലിമാണ്, ഇന്നത്തെ പോലെ ഡിജിറ്റൽ അല്ല. അത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. സാറ് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, അവിടെ ഭരതത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത്. അതുപോലെ നമുക്കൊരു കാര്യം, ഇപ്പോൾ ദേവദൂതനിലെ നിഖിൽ മഹേശ്വറിനെ എനിക്ക് സാറ് എങ്ങനെയാണോ ഫീഡ് ചെയ്ത് തന്നത് അതാണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ സിബി സാറിനെ എപ്പോഴും എനിക്ക് ആ രീതിയിലൊരു റോൾ മോഡലാണ്. അതുപോലെ തന്നെ ഞാൻ സാറിന് ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, ഏറ്റവും മലയാളത്തിൽ എനിക്ക് എണ്ണപ്പെട്ട സിനിമകളാണ് ദശരഥമായാലും ഭരതമായാലും ദേവദൂതനായാലും മായാമയൂരായാലും. ഇത്തരം സിനിമകൾ എന്നും റീവാച്ച് ചെയ്യുകയും ഞങ്ങൾ റൈറ്റേഴ്സും ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലുള്ള റൈറ്റേഴ്സൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ കോവിഡ് ടൈമിൽ, അത് ഫോം ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചില സിനിമകൾ 2 തവണ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്നു. അങ്ങനെ വന്ന സിനിമകളാണ് സിബി സാറിൻ്റെ സിനിമകൾ ആ സമയത്ത്. അപ്പോൾ നമുക്ക് വീണ്ടും ആ സിനിമകളെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ക്ലാസിക്കുകൾ ഉണ്ടാക്കിയ ഒരു പ്രതിഭയാണ് മുമ്പിലിരിക്കുന്നത്. എനിക്ക് സിബി സാറിനെ കാണുമ്പോൾ തന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ വളരെ ആദരവോട് കാണുന്നത്. നമ്മളെവിടെ വെച്ച് കണ്ടാലും ഒന്ന് കൈവയ്ക്കുകയോ ചിരിക്കുകയോ സംസാരിക്കാതെ പോരല്ല. സിബി സാറിൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞാണ് പോയിട്ടുണ്ട്. ഇന്നും ഇങ്ങനെ അതേ ഇതിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിബി സാർ. അന്ന് ഈ ദേവദൂതൻ എടുക്കുന്ന കാലഘട്ടത്തിൽ പരിമിതികൾ ഒത്തിരി ഉണ്ടാകാം, തീർച്ചയായിട്ടും പരിമിതികളുണ്ടാകും. ആ ലാലേട്ടനെ, അന്നത്തെ ലാലേട്ടൻ ഇന്നത്തെ ലാലേട്ടൻ നമ്മൾ വേർതിരിക്കാതെ ഞാൻ ചോദിക്കുകയാണ്, ഈ സംഭവം ലാലേട്ടനോട് അവതരിപ്പിക്കുകയാണ്. ഈ സംഭവം നമ്മൾ 4Kയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ലാലേട്ടൻ അവതരിപ്പിക്കുക. ലാലേട്ടൻ പറഞ്ഞ ഒരു വാക്ക് എന്താണ് ഓർമ്മയിൽ വരുന്നത്? ലാലുമായിട്ട് ഇത് ആദ്യം സംസാരിക്കുന്നത് എനിക്കൊന്ന് സിയാദാണ്. കാരണം ലാലത് അറിഞ്ഞപ്പോൾ തന്നെ ലാലു വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് റെസ്പോണ്ട്. വളരെ സന്തോഷമുണ്ടായി ലാലിന് എന്നാണ് സിയാദിൻ്റെ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ലാലുമായിട്ട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നേരിൽ കാണുന്നത് നമ്മളുടെ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് സമയത്താണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ എന്താണ് പുതിയതായിട്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിച്ചു. നമ്മൾ സംസാരിക്കേണ്ട ആംഗിൾ എന്താണെന്നൊക്കെയുള്ള അദ്ദേഹം ചോദിച്ചു. കാരണം അദ്ദേഹം മറ്റ് തിരക്കുകളിൽ ഓടി നടക്കുമ്പോഴത്തേക്കും നമ്മളിതിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുമ്പോഴും
ഇതിനെങ്ങനെയാണ് നമ്മൾ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ സാങ്കേതികതയെക്കുറിച്ചൊക്കെ അദ്ദേഹം ചോദിക്കുകയും ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുകയും പറയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം നമ്മൾ പറഞ്ഞതിലും നമ്മളിൽ നിന്ന് ചോദിച്ചറിഞ്ഞതിലും ഒക്കെ അപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് വേറൊരു ഡയമെൻഷനിലാണ് പറഞ്ഞത്. നേരത്തെ ഹൈദരാലി പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് ഏതോ ഒരു മിസ്റ്ററി ഉണ്ട് അല്ലേ, ഈ സിനിമയുടെ ഈ പുതിയ വേർഷൻ കൊണ്ട് ആരോടോ എന്തോ പറയാനുണ്ട് എന്നുള്ളതാണ്. ലാൽ അന്ന് പറഞ്ഞൊരു വാക്കിതാണ്, ഇതിലൊരു മാജിക്കുണ്ട്, ഈ സിനിമയ്ക്ക് എന്തോ ഒരു മാജിക്കുണ്ട്. ആ മാജിക്കാണ് നേരത്തെ വിനീത് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ നെഗറ്റീവ് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുക, ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് നഷ്ടപ്പെടാതെ കിട്ടുക. അത് ഈ സിനിമയുമായിട്ടും കൂടെ ബന്ധപ്പെട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്തൊരു മിസ്റ്ററി ഉണ്ട്. ഈ സിനിമയുടെ ചില നിഗൂഢതകൾ ആരിലൂടെയൊക്കെയോ സൂക്ഷിച്ചു വെച്ചിരുന്നു എപ്പോഴെങ്കിലും പറയാൻ വേണ്ടിയിട്ട്. ഇതിലെ ആ സ്തേവ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം അയാൾക്ക് പറയാൻ നിയോഗിക്കപ്പെട്ട രഹസ്യങ്ങളെ, അയാളുടെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്ന ചില അറിവുകളെ, രഹസ്യങ്ങളെ വിശാൽ കൃഷ്ണമൂർത്തിയോട് പങ്കുവെച്ച അതിനുശേഷം അയാൾ മരണപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് ആൽബർട്ടോ എന്ന് പറയുന്ന മുരളി ചെയ്ത കഥാപാത്രവും. അയാളുടെ ഉള്ളിലും വളരെ അധികം രഹസ്യങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരുന്നു. ആ രഹസ്യങ്ങൾ പറയേണ്ട ഒരു ഘട്ടം എത്തുകയും ആ രഹസ്യം പറയുന്നതോടുകൂടി അയാളും മരണപ്പെടുകയാണ്. അപ്പം ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആരോടോ പറയാനുള്ള പല കാര്യങ്ങൾ പലരിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ സിനിമയ്ക്ക് സംഭവിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഈ കാലഘട്ടത്തിലെ ഈ തലമുറയിലെ കാഴ്ചക്കാരോട് എന്തോ പറയാനുണ്ട്. ഞാൻ പലപ്പോഴും ഈ സിനിമ ഇത് 42 വർഷങ്ങൾക്ക് മുമ്പ് കൺസീവ് ചെയ്ത സിനിമ, 18 വർഷങ്ങൾക്ക് ശേഷം റീവർക്ക് ചെയ്ത സിനിമ, ഇപ്പോൾ 24 വർഷങ്ങൾക്ക് ശേഷം, അത് റിലീസ് ചെയ്തതിന് ശേഷം 24 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇതിൻ്റെ പുതിയ വേർഷനിലുള്ള എഡിറ്റിംഗ്, പുതിയ വേർഷനിലെ മറ്റേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചെക്കിംഗ് ഒക്കെ നടത്തുമ്പോൾ, കളർ കറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ടിൻ്റെ ഒക്കെ കാര്യങ്ങളെ ഞാൻ പല പ്രാവശ്യം ഇപ്പോൾ തന്നെ ഞാനിത് കണ്ടു കഴിഞ്ഞു. ഏറ്റവും കഴിഞ്ഞ ദിവസം ഞാനിതിൻ്റെ ഫൈനൽ ഔട്ട്, ഇതിൻ്റെ ക്യൂബിലുള്ള ഫൈനൽ ഔട്ടും ഞാൻ കണ്ടു പൂർണ്ണമായിട്ടും. അപ്പോൾ അന്ന് എൻ്റെ ഭാര്യയുണ്ട്. അതുവരെയും പുറത്ത് ആരും ഇത് കണ്ടിട്ടില്ല. ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഈ ടെക്നിക്കൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമേ. അന്ന് പോകുമ്പോൾ അന്ന് കഴിഞ്ഞ ഞായറാഴ്ച അത് കാണാനായിട്ട് പിന്നെ വിളിക്കുമ്പോൾ ഞാനും ഭാര്യയും കൂടെ ഒരുമിച്ച് ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകേണ്ടി വന്നു അവിടേക്ക്. അവിടെ കണ്ടപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണല്ലോ ശരിക്കും ദേവദൂതൻ, അന്ന് കണ്ടതൊന്നും അല്ലല്ലോ ദേവദൂതൻ, ഇതാണ്. അവർ ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞാണ് ഇറങ്ങി വന്നത്. അത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനും ഇപ്പോൾ കണ്ട ഓരോ ഘട്ടങ്ങളിലും ഇത് കാണുമ്പോൾ ഇതിൽ പുതിയ പുതിയ അടരുകൾ എൻ്റെ മുമ്പിലേക്ക് തുറന്നു വരികയാണ്. കാരണം നമ്മൾ ചിന്തിച്ചതിനും അപ്പുറത്തേക്ക്, നമ്മൾ അന്ന് പറയാൻ ഉദ്ദേശിച്ചതിനും അപ്പുറത്തേക്ക് പുതിയ കാര്യങ്ങളുടെ പുതിയ ഒരു എലമെൻറ്റ്സൊക്കെ നമ്മൾ തിരിച്ചറിയാൻ, ഇതിനകത്ത് അങ്ങനെ ഉണ്ടായത്. ചിലരൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ കാണാത്ത കാര്യങ്ങൾ ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ സിനിമ നമ്മൾ 42 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ബേസിക് സ്റ്റോറി വരുമ്പോൾ സമയത്ത് ഒരു 7 വയസ്സുകാരൻ കുട്ടിക്കുണ്ടാകുന്ന ദുസ്വപ്നങ്ങളിലൂടെയാണ്, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളിലൂടെയാണ് ആ കുട്ടിയെ ഈ ഒരു സ്പിരിറ്റ് സ്വാധീനിക്കുന്നതും ആ ഭയങ്ങളിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് അയാൾ നിർബന്ധിതനാകുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, ഇതൊരു ക്യാമ്പസ് സ്റ്റോറിയായിട്ട് രൂപപ്പെടുത്തുമ്പോൾ പ്രണയത്തിലൂടെയാണ്. 2 അടുത്ത സുഹൃത്തുക്കളായ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയിലേക്കും പ്രണയത്തെ ഇൻജക്റ്റ് ചെയ്തുകൊണ്ട് ഈ സ്പിരിറ്റ് അവരിൽ പ്രണയം സൃഷ്ടിച്ചിട്ട് ആ പ്രണയതാക്കളിലൂടെ ഈ ഒരു പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മൂന്നാമത്തെ ഇപ്പോൾ നമ്മൾ കണ്ട മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ വന്നു കഴിഞ്ഞുള്ള വേർഷനിലേക്ക് വരുമ്പോൾ അവിടെ ഈ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് മ്യൂസിക്കിനെയാണ്. ഒരു വലിയ മ്യൂസിഷ്യനായ ഒരാളെ തന്നെ അതിലേക്ക് കൊണ്ടുവരിക, ആ മ്യൂസിഷ്യനിലൂടെ ഈ സംഗീതത്തിലൂടെ, അലീന എന്ന് പറയുന്ന ആ ഒരു പേര് പോലും സംഗീതത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പറയുന്ന പോലെയാണ്. അപ്പം 3 കാലഘട്ടങ്ങളിലും ഈ കഥ പറയാൻ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കാൻ എനിക്കും രഘുവിനും കഴിഞ്ഞു. ഇത് മൂന്നാമത് കണ്ട ആൾക്കാർക്ക് നമ്മൾ കാണാത്ത പുതിയ പുതിയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്, ആർക്കോ എന്തോ പറയാനുണ്ട്, ഇനി എന്തൊക്കെയോ പറയാനുണ്ട്, ഇനിയും പറയാനുണ്ട്.
ഈ കാഴ്ചക്കാർക്ക് ഇനിയും പുതിയ കാഴ്ചകളും പുതിയ കേൾവികളും ഈ സിനിമ സമ്മാനിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഈ പറഞ്ഞു വന്ന എത്ര കാലഘട്ടം എന്ന് ആലോചിച്ചതിന് നമ്മൾ അല്ലേ, എത്ര കാലം, 48 വർഷം മുമ്പ്, പിന്നീട് 28 വർഷം, അതിന് 24 വർഷം. ആ കാലഘട്ടം ഒന്ന് ആലോചിക്കുക. ഇവരുടെ ഒരു യാത്ര എന്തായിരുന്നു അന്നൊക്കെ നമ്മൾ ചിത്രത്തിൽ പോലും ചിലപ്പോൾ കാണില്ല. ഇല്ല, അതാണ് ഞാനന്ന് പറയാൻ ചെയ്തത്. അന്ന് ഷൂട്ട് ചെയ്യാതിരുന്ന ഭാഗ്യമായി, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ സിനിമ എപ്പോഴും അങ്ങനെയാണ്. അതൊരു ആർട്ടിനകത്തൊരു സത്യമുണ്ടെങ്കിൽ അത് ഇവോൾവ് ചെയ്ത് വരുന്നതിനൊരു കാലമുണ്ട്. നമ്മൾ ഈ പറയുന്ന ഒരു ഗർഭപാത്രം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. സാറിൻ്റെ മനസ്സിൽ അന്ന് 42 വർഷം ഇതിൻ്റെ മുമ്പ് ഒരു ബീജം ഉണ്ടാവുകയും അതിന് കൃത്യമായിട്ടൊരു ഫോമിലേക്ക് വരുന്നത് ഒരുപക്ഷെ ആദ്യത്തെ റിലീസിലായിരിക്കില്ല, ഈ റിലീസിലായിരിക്കും. അതാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് QC ചെക്കിന് പോയപ്പോൾ കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഇതായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ഫോർമേഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മ്യൂസിഷ്യനിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിഖിൽ മഹേശ്വരൻ അലീനയോട് പറയാനുണ്ടായ കാര്യം പറയേണ്ടിയിരുന്നത്, അല്ലാതെ കുട്ടിയിലൂടെയോ അല്ലെങ്കിൽ കമിതാക്കളിലൂടെയോ ആയിരിക്കില്ല. അതായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ഡയമെൻഷനെ കുറിച്ച് എപ്പോഴും പറയുന്നത്. ഞാൻ എന്നിലെ പ്രേക്ഷകൻ ഏറ്റവും കൂടുതൽ അവൈറ്റ് ചെയ്യുന്നത് അതാണ്. എനിക്ക് അതിൻ്റെ വിഷ്വലും അതിൻ്റെ കൂടെ ഈ മ്യൂസിക്കും നമുക്ക് തിയേറ്ററിൽ കിട്ടുക എന്ന് പറയുന്നത്. സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ലാലേട്ടൻ വന്നപ്പോഴാണ് എന്തരോ മഹാനുഭാവലോ എന്നുള്ള സോങ് അതിനകത്ത് അത്രയും ഓർക്കസ്ട്ര അതിൻ്റെ ഏറ്റവും പീക്കിലാണ്. അതിനപ്പുറത്തേക്ക് ആ സോങ്ങിനെ എനിക്ക് തോന്നുന്നില്ല അത് വീണ്ടും, അത് ത്യാഗരാജ സ്വാമികളുടെ കൃതിയാണ്. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ വിദ്യാജി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും കൊണ്ടുവരാൻ സാധിച്ചത് ഈ ദേവദൂതൻ ഈ ഫോർമാറ്റിലേക്ക് വന്നതുകൊണ്ടാണ്. നമുക്ക് അങ്ങനെ ഒരു മ്യൂസിക് പീസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അല്ല, ഈ തുടക്കത്തിൽ പറഞ്ഞ അന്ന് ആലോചിച്ച് നടന്നിരുന്നെങ്കിൽ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു അല്ലേ? അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഭാഗ്യം ഉണ്ട് അല്ലേ? ലാലേട്ടൻ തന്നെ ഈ സിനിമ തേടി പിടിച്ചതല്ലേ? അതൊക്കെ ഈ കഥ പറയുന്ന സമയത്ത് ഞാൻ ആ സിനിമയിൽ വേണം എന്ന് ലാലേട്ടൻ തീരുമാനിക്കുന്നതല്ലേ? അതൊരു വലിയ യാദൃശ്ചികതയാണ്. കാരണം ഒരു ദിവസം ഇവിടെ കൊച്ചിയിലൊരു ബന്ധുണ്ടാവുന്നു. ആ ബന്ധു ദിവസം ലാലിന് ഫ്ലൈറ്റ് മിസ്സാവുന്നു. അയാൾ ഇവിടെ താജ് ഹോട്ടലിൽ ഈ പഴയ എയർപോർട്ടാണ്, അവിടെ ആ ഒരു ദിവസം അടുത്ത ദിവസത്തെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് താമസിക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്കായി ബന്ധം, അതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ ലാൽ പെട്ടെന്ന് വിളിക്കുന്നത് സിയാദിനെയാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക, ബോറടിക്കുന്നു, അങ്ങോട്ട് ഇറങ്ങുമെന്ന് ചോദിച്ചു. അങ്ങനെ സിയാദ് ഈ ബന്ധിൻ്റെ തിരക്കിന് അല്ല ആ തടസ്സങ്ങളിലൊക്കെ മറികടന്ന് ലാലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു നിമിത്തമാണ് ഇത് ലാലിലേക്ക് എത്തുക. എനിക്ക് ലാൽ ഇങ്ങോട്ട് ഈ സിനിമ കഥ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് ഇന്ന് വരെയും ലാൽ അങ്ങനെ ഒരു കഥ കേട്ടിട്ട് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞതായിട്ട് ഉണ്ടാവുക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എൻ്റെ ഒരു സിനിമകളും ലാൽ കഥ കേട്ട് ഞാൻ ചെയ്യാമെന്നല്ല, നമ്മൾ കഥ പറയുമ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ലാൽ അങ്ങനെ ആ സിയാദുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങുകയും ഈ കഥ കേൾക്കുകയും ഞാനിത് ചെയ്യാമെന്ന് ഇങ്ങോട്ട് പറയുകയും ചെയ്യുമ്പോഴും ഞാനത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഞാൻ രഘുവും അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം നമ്മൾ ഇതിനെ ക്യാമ്പസ് സ്റ്റോറി എന്ന നിലയിൽ ഇതിനെ കൺസീവ് ചെയ്ത് എഴുതി പൂർത്തീകരിച്ചൊരു സ്ക്രിപ്റ്റുമായിട്ടിരിക്കുമ്പോൾ ആ കഥയിലേക്ക് മോഹൻലാൽ വരുമ്പോൾ മോഹൻലാലിനെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ കൺഫ്യൂഷൻ. കാരണം ഒരു ക്യാമ്പസ് സ്റ്റോറിയിലെ ഒരു ടീനേജ് കുട്ടികളുടെ കഥ പറയുന്നിടത്തേക്ക് മോഹൻലാലിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യാനാണ്? അപ്പോൾ ഞാൻ സിയാദിൻ്റെ അടുത്ത് ഞാനും രഘുവും പറഞ്ഞ് നമുക്ക് പുതിയ കഥ ആലോചിക്കാം. ലാൽ അങ്ങനെ നമ്മുടെ ഒരു പ്രോജക്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു പുതിയ കഥ ആലോചിക്കാം. എന്നിട്ട് ഞാൻ മറ്റ് 2-3 എഴുത്തുകാരെ സിയാദുമായിട്ട് ഇരുത്തി കഥകൾ കേട്ടു. കാരണം ഇതിൻ്റെ ഞങ്ങളുടെ ആ ഫോം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വേർഷൻ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒഴിവാക്കിക്കൊണ്ട് ലാലിനെ വെച്ചിട്ടൊരു പുതിയ സിനിമ ചെയ്തോളൂ. സിയാദിന് ലാലൊരു ഡേറ്റ് തരുന്നു, ആ ഡേറ്റ് നഷ്ടപ്പെടേണ്ട, ആ അവസരം നഷ്ടപ്പെടുത്തുന്ന ഈ കഥ മാറ്റി വെക്കാം, പുതിയൊരു കഥ ലാലിനായിട്ട് കാണും. പക്ഷെ അങ്ങനെ പല കഥകളും അന്വേഷിച്ചിട്ടും തൃപ്തികരമായി ഒന്നും കണ്ടെത്തിയില്ല. വീണ്ടും സിയാദ് ഇങ്ങനെ അയാൾ റെഡിയായി നിൽക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് അപ്പോൾ ലാലും സിയാദിൻ്റെ അടുത്ത് അവരോട് പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് പറ്റുന്നിട്ട് നിങ്ങളൊന്നും അങ്ങനെ മാറ്റിയെടുക്കപ്പെടേണ്ടി വരുമ്പോഴും നമ്മൾ പൂർണ്ണ തൃപ്തിയോടെയല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ ചില കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് അതിനകത്ത് കയറ്റേണ്ടി വന്നു. പക്ഷേ ഇന്ന് അതൊന്നുമില്ലാത്ത നമ്മളുടെ മനസ്സിനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പുതിയ വേർഷൻ എനിക്കിപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വലിയൊരു മിസ്റ്ററി ഇതിനെ ചൂട് നിൽപ്പുണ്ട്. ഒരു സിയാദിനെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങൾ, ദുരന്തങ്ങൾ ഈ സിനിമ സമ്മാനിച്ചിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് എന്നെ കൊണ്ടുപോയൊരു കാര്യമാണ്. അതൊക്കെ വീണ്ടും എവിടെയോ എന്തൊക്കെയോ കരുതി വെച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഈ ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയോട്.
ഈ സമയമാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതെന്നുള്ളൊരു ബോധ്യമാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അല്ല, സാറിപ്പോൾ പറഞ്ഞല്ലേ സിയാദ്ക്കാട് ഒരു തകർച്ച, സാറിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു സിനിമയിലൂടെ ഉണ്ടാകുന്നു. ഇപ്പോഴാണ് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ പറയേണ്ടതായി എന്ന് തോന്നിയത്. പക്ഷെ അന്നൊക്കെ സാറ് മാനസികമായിട്ട് തകർന്നിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സിനിമ ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തി. വീട്ടിൽ നിന്ന് പുറത്താകാതെ, കാരണം ഞാനൊരു 2 വർഷത്തോളം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്ക്രൂട്ടിങ് എല്ലാം കൂടെ ആയിട്ട് ഉസ്താദ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഈ സിനിമയ്ക്ക് കയറി. ഉസ്താദ് 99 ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് കയറിയതാണ്. അപ്പോൾ ഏകദേശം 1.5 വർഷം അപ്പോൾ തന്നെ ഈ സിനിമയുടെ പുറകെ സഞ്ചരിച്ചു. അതിനു മുമ്പ് ആദ്യ സമയത്ത് ഈ ആദ്യത്തെ വേർഷൻ 82 ഒരു വർഷത്തോളം ഇതിൻ്റെ പുറകിലിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു സമയം, എൻ്റെ ജീവിതത്തിൻ്റെ കരിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയം ഞാൻ ഇതിനായിട്ട് മാറ്റിവെച്ചു. അത്രമാത്രം പ്രതീക്ഷയും ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിന് പുറകെ നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്നത്, അല്ലേ? നമുക്ക് വിശ്വാസമില്ലാത്ത, കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിന് പുറകെ നമ്മൾ അത്രമാത്രം സഞ്ചരിക്കാറില്ല. പക്ഷേ ഇത് ആ ഒരു വിശ്വാസത്തെയാണ് ഒരു ഉച്ച ഷോ കൊണ്ട്, ഒരു നൂൺ ഷോ കൊണ്ട് തകർന്നു പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ തകർന്നു പോകുമല്ലോ. ആ തകർച്ച നിന്ന് കരകയറാൻ എനിക്ക് സമയമെടുത്തു. 1 വർഷത്തോളം എടുത്തു ഞാൻ അതിൽ നിന്ന് പുറത്തു വരാൻ. സിനിമ വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ പുറത്തൊന്നും പോകാറില്ല. ഞാൻ ചെയ്തതൊക്കെ നിരാകരിക്കപ്പെടും. നമ്മളൊരു ഭയങ്കര ആത്മവിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യും, അത് പൂർണ്ണമായിട്ടും തള്ളപ്പെടുകയും ഇത് തെറ്റാണ്, ഇത് അംഗീകരിക്കപ്പെടുന്നില്ല, സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തളർന്നു പോകുമല്ലോ. അതിൽ നിന്നും പുറത്തു വരാൻ. അതോടൊപ്പം തന്നെ എന്നെ ബാധിച്ചൊരു കാര്യം സിയാദിനുണ്ടായ നഷ്ടങ്ങളാണ്. കാരണം എന്നെ വിശ്വസിച്ച ഒരു സിനിമയിലേക്ക് വന്ന ഒരാൾ, സിയാദാണ് ഈ കഥ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. കാരണം വ്യത്യസ്തമായൊരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനകത്ത് താരങ്ങളോ അഭിനേതാക്കളോ ഒന്നും അദ്ദേഹത്തിന് വിഷയമായിരുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട, ഒരു കഥ കണ്ടെത്താം. നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരു കഥ നമുക്ക് ചെയ്യാം. അതിനുമുമ്പ് ഞങ്ങൾ സമ്മറിൻ ബദ്ലഹേം ചെയ്തു. മോഹൻലാലും ജയറാമും സുരേഷ് ഗോപിയും മഞ്ജു വാര്യറും ഒക്കെയുള്ള കളർഫുൾ താരനിബിഡമായ സിനിമ ചെയ്ത അടുത്ത പടത്തിൽ എൻ്റെ അടുത്ത് പറയുന്നത് കഥയാണ് നമ്മുടെ ഹീറോ. നമുക്കൊരു കഥ കണ്ടെത്തും, നിങ്ങൾ വളരെ ഡിഫറൻ്റായിട്ടൊരു കഥ അന്വേഷിക്കൂ. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഈ കഥ പോയത്. ഞാൻ പറഞ്ഞു 18 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചൊരു കഥയുണ്ട്, അത് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കാമെന്ന് പറയുകയും ആ കഥ പഴയ ഫയൽ തപ്പിയെടുത്ത് സിയാദിനെ കേൾപ്പിക്കുകയും രഘു വരികയും അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഒരു നല്ല സിനിമ ചെയ്യാനായിട്ട്, ഒരു വ്യത്യസ്തമായ സിനിമ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾ വരുമ്പോൾ, മോഹൻലാലൊക്കെ പിന്നീട് വന്നു ചേർന്നതാണ്. അങ്ങനെ വന്ന ഒരു നിർമ്മാതാവിനെ ഇതിൻ്റെ മേക്കിങ്ങിനകത്ത് സാധാരണ സിനിമയെക്കാളും കോസ്റ്റ് വന്നൊരു സിനിമ. അന്നത്തെ കാലത്തെ സിനിമകളുടെ നിർമ്മാണത്തിൽ ഉണ്ടാകാവുന്ന ചിലവിന് മുകളിലാണ് ഇതിൻ്റെ ചിലവ് വന്നത്. പക്ഷേ അതൊക്കെ ഇതിനു വേണ്ടി നിന്നുകൊണ്ട് ചെയ്ത് വന്ന ഒരാൾ അവസാനം വലിയ ഒരു സെറ്റ് ബാക്ക് അയാൾക്ക് ഫൈനാൻഷ്യലി ഉണ്ടാകണം. അയാൾ ഏറ്റവും സക്സസ്ഫുള്ളായി നിന്നൊരു പ്രൊഡ്യൂസർ പെട്ടെന്നൊരു ദിവസം തകർന്നു പോകുന്ന അവസ്ഥ, അതും എന്നെ ബാധിച്ചു. ഈ 2 കാര്യങ്ങൾ, സിനിമയെ പ്രേക്ഷകർ അംഗീകരിക്കുക എന്നതോടൊപ്പം തന്നെ എൻ്റെ കൂടെ നിന്ന് ഇതിന് എന്നെ പൂർണ്ണമായിട്ടും പിന്തുണച്ച ഒരു നിർമ്മാതാവ് പൂർണ്ണമായിട്ടും സാമ്പത്തികമായൊരു തകർച്ചയിലേക്ക് പോകുന്നു, എന്നെ വല്ലാതെ ബാധിച്ചു. അവിടെ നിന്നും കരകയറാൻ സമയമെടുത്തു. അത് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമ ഏതായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഇഷ്ടമാണ് ചെയ്യുന്നത്. 2001 അവസാനമൊക്കെയാണ്. അപ്പം ആ സമയത്ത് ഇങ്ങനെ പലരും സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, നിർമ്മാതാക്കളും ഒക്കെ. പക്ഷെ ഞാൻ ഒന്നിനും അങ്ങോട്ട് താല്പര്യം കാണിച്ചില്ല. അപ്പോഴാണ് ഒരു ദിവസം കലവൂർ രവികുമാർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കഥ പറയുന്നത്. കലവൂർ രവികുമാർ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ സാറേ ഒരു കഥയുണ്ടെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ രവി വന്ന് ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ശരി കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. രവി ഈ കഥ പറഞ്ഞപ്പോൾ ആ കഥയിലൊരു രസം തോന്നി. അത് അച്ഛനും മകനും തമ്മിൽ റോള് മാറുകയാണ്. അച്ഛൻ്റെ റോളിലേക്ക് മകനും അതൊരു രസകരമായൊരു തോട്ടാണ്. പിന്നെ ഞാൻ ചോദിച്ചിട്ട് ഒരു ഹെവി പടമൊന്നുമില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ വലിയൊരു ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പടമൊന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇതൊരു ലൈറ്റർ ഫീൽ ഗുഡ് മൂവി ചെയ്യാം എന്നുള്ളൊരു സാധ്യത വരികയും അതിനായിട്ടൊരു നിർമ്മാതാവ് വരികയും ചെയ്തപ്പോഴാണ്. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത് അവർ തന്നെ പോയി കാണുകയും ദിലീപ് കഥ കേട്ട് ദിലീപും ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇനി എനിക്ക് അങ്ങനത്തെ ഒരു ചെറിയ സാധനമൊക്കെ ചെയ്ത് ഒരു വലിയ ഹെവി ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിനിമയൊന്നും ഇപ്പം ചെയ്യാൻ എന്നെക്കൊണ്ട് തൽക്കാലം ഞാൻ അതിനൊക്കെ അത്രമാത്രം എന്നെ ഇൻവോൾവായി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ചെയ്തൊരു സിനിമയാണ് ഇഷ്ടം. അല്ല, ഇന്നത്തെ കാലഘട്ടമാണ് ഈ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യുന്നത്, ഡയറക്ടറും കൂടെയാണ് അല്ലേ? എന്തോരം പഴികളാണ് ഇപ്പോൾ കേൾക്കുന്നത്.
സാറ് ഒറ്റ സിനിമയ്ക്ക് അവിടെ ഏറ്റവും പോയിന്റ് ആ പ്രൊഡ്യൂസറിനെ സേവ് ചെയ്തിട്ടുള്ള മനസ്സാണ് ഞാൻ കണ്ടോട്ടോ. അത് ഇപ്പോഴത്തെ എല്ലാവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് വിനി. അത് എന്താണെന്നറിയോ, നമ്മൾ സിനിമേനെ രണ്ട് രീതിയിൽ കാണണമെന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത് എപ്പോഴും. കാരണം ഫിലിം ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്, ഇതൊരു വ്യവസായമാണ്. വ്യവസായത്തിൻ്റെ നിലനിൽപ്പ് എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെയായിരിക്കും, അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ വേറൊരു സൈഡിൽ ഇതൊരു ആർട്ടും കൂടാണ്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിക്കൽ വാല്യൂ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതൊരു പക്ഷേ ചിലപ്പോൾ കമേഴ്ഷ്യലി നമുക്ക് വയബിൾ ആവണമെന്നില്ല. നമ്മുടെ ഈ സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ കാണാം, അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ആഘോഷിക്കുന്ന പല സിനിമകളും ആ സമയത്ത് ഫ്ലോപ്പായിരുന്നു, തിയേറ്ററിൽ ഒട്ടും വർക്കാവാത്ത സിനിമകളാണ്. പത്മനാഭൻ സാറിൻ്റെ സിനിമകളായാലും അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ പക്ഷേ നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു പ്യൂരിറ്റി ഉണ്ടല്ലോ, ഒരു ജെന്യൂനിറ്റി ഉണ്ടാവും. അതിൻ്റെ ആ ഒരു ആസ്തറ്റിക്സ് വാല്യൂവിനും ആർട്ടിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അത് കാലം നമുക്കതിന് അതൊരു പ്രതിഫലം തരും. അതൊരു പക്ഷേ ആ സമയത്ത് സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന പരാജയം നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുമെങ്കിലും നമ്മളത് തീർച്ചയായിട്ടും ഇപ്പോൾ ഹൈദരാലി ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാനൊരു ഡയറക്ടറായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ ആഗ്രഹം നമ്മുടെ പ്രൊഡ്യൂസർ സേഫ് ആവുക എന്നുള്ളത് തന്നെയാണ്. അതെപ്പോഴും നമ്മൾ ആദ്യത്തെ കൺസേൺ അതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഞാൻ ഡിയർ ഫ്രണ്ട് ചെയ്യുമ്പോഴും ഷൈജുവും സമീറും ആയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷനിൽ. ഞാൻ ഷൈജുവിൻ്റെ അടുത്ത് ചോദിച്ചാണ്, ഷൈജു ഇത് തിയേറ്ററിൽ അത്ര വർക്ക് ചെയ്യുന്നൊരു സിനിമയല്ല. അപ്പോൾ ഷൈജു എനിക്ക് തന്ന ഉറപ്പെന്ന് പറയുന്നത്, എടോ നമ്മളൊക്കെ ഇല്ലേ, നമുക്കിത് ബിസിനസ് ആക്കാൻ പറ്റും. ആ ഒരു ഉറപ്പാണ് നമുക്ക് ചില സിനിമകൾ ചെയ്യാൻ. അന്നത്തെ കാലത്ത് അതില്ലായിരുന്നു. ഇപ്പോൾ ദേവദൂതൻ ഇറങ്ങുന്ന ഒരു കാലത്ത് ഹൈദരാലിയുടെ ആദ്യത്തെ ചോദ്യം പോലെ ഇതുപോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളോ അന്നങ്ങനെ കച്ചവടം അതിനു മുമ്പ് ഒരു ടേബിൾ പ്രോഫിറ്റ് ആക്കിയിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു കാലത്തല്ല ദേവദൂതൻ ഇറങ്ങിയത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആർട്ടിസ്റ്റിക്കൽ വാല്യൂ, അതാണ് ആ സിനിമ ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ സാറിന് കൊടുക്കുന്ന കോൺഫിഡൻസ്. അത് തന്നെയായിരുന്നു സാർ അന്ന് എടുത്ത പെയിനിന് പ്രേക്ഷകർ കൊടുക്കുന്ന ആ സ്നേഹവും. അത് വളരെ അപൂർവം സിനിമകൾക്ക് അങ്ങനെ സംഭവിക്കാറുള്ളൂ. അങ്ങനെ സംഭവിക്കുന്ന സിനിമകൾ ഉണ്ടാക്കുന്നതിൽ മിടുക്കനാണ് സാർ എന്നുള്ളത് സത്യമാണ്. ദശരഥൊക്കെ അത് എനിക്ക് തോന്നുന്നത് അത് ഇനിയും വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയാണ്. അങ്ങനെയുള്ള സിനിമകൾ വളരെ അപൂർവമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനകത്തൊരു തപസ്സുണ്ട്. ഇപ്പോൾ ഈ 42 വർഷത്തെ ഒരു അതിനകത്ത് നിന്ന് വരുന്നൊരു എസൻസ് അല്ലേ, ഒരു കലാകാരൻ്റെ അത്രയും കാലത്തെ ഒരു എന്താ പറയുക രൂപപ്പെടുത്തലുണ്ട് ആ സിനിമ. അപ്പോൾ അത് എന്നെങ്കിലുമൊക്കെ തിരിച്ചറിയും. അത് വീണ്ടും അതിന് പുനർവായനയുണ്ടാവും. അതിനകത്തുള്ള എല്ലാ എഫേർട്ടും സാർ എന്തൊക്കെയാണോ അതിനകത്ത് ആഗ്രഹിച്ച് അത് കൃത്യമായിട്ട് റീഡ് ചെയ്യുന്ന പ്രേക്ഷകരും ഒരു കാലവും ഉണ്ടാവും. ഈ സാറ് എടുത്തേക്കണ പെയിൻ നമ്മളും എടുത്തിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ഒരു സിനിമയുടെ പരാജയം വരുമ്പോൾ. സാർ അന്നെടുത്ത തീരുമാനം ഇന്ന് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാവും. പക്ഷേ അത്രമാത്രം നെഗറ്റീവുകൾ വരുന്ന കാലഘട്ടം സിനിമയുടെ റിവ്യൂ ആണെങ്കിലും നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നതിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ സാറൊക്കെ ആ കാലഘട്ടത്തെ അനുഭവിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന വിനീതനൊക്കെ എന്തുമാത്രം പെയിൻ ഉണ്ടായി കാണും അല്ലേ? അതെ, അന്ന് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ സാറോ അല്ലെങ്കിൽ സിയാദിക്കോ എടുത്തൊരു പെയിനിൻ്റെ 100-1 പെയിനൊന്നും ഞാൻ എടുത്തിട്ടുണ്ടാവില്ല ആ സമയത്ത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഭാഗമായൊരു സിനിമ ആളുകൾ കൂടുതൽ എന്താണെന്നറിയോ, നമുക്ക് ഇപ്പോൾ സിനിമ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ ഓഡിയൻസിലേക്ക് അത് എത്തണം, അത് കൂടുതൽ പ്രേക്ഷകർ കാണണം എന്നുള്ളത് തന്നെയാണ്. സാമ്പത്തിക വിജയം എന്നുള്ളത് അനിവാര്യമാണ് എന്നുള്ളത് പോലെ തന്നെ നമ്മൾ കൂടുതൽ ആളുകൾ ഈ സിനിമ അത് കുറഞ്ഞു പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നമ്മൾ ഏറ്റവും കൺസേൺ ആവുന്നത്. കാരണം എനിക്കിതിൻ്റെ ബഡ്ജറ്റ് അറിയില്ല. ആ പ്രായത്തിൽ നമ്മളങ്ങനെ അത്തരം ഡിസ്കഷൻസിലൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ എനിക്കതറിയില്ല, ഇതിൻ്റെ ബഡ്ജറ്റോ ബിസിനസ്സോ കാര്യങ്ങളോ എനിക്കറിയില്ല. പക്ഷേ ഇത് പ്രേക്ഷകർ കാണാതെ പോയി എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ സങ്കടം. അതിനൊരു എന്താ പറയുക ഏറ്റവും രസകരമായിട്ടില്ല. കാരണം ഇന്ന് എങ്ങനെയാണ് അതിനുള്ള ഒരു സാധ്യത എന്നുള്ളത് പോലും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം ഇത് വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റും, 4K റെസൊല്യൂഷനിൽ നമുക്ക് അറ്റ്മോസിൽ മിക്സ് ചെയ്ത് കാണാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയത്താണ് ഇത് വീണ്ടും ഇങ്ങനൊരു കാര്യം പറയുന്നത്. തീർച്ചയാണ്. അന്ന് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അല്ലേ, ജയപ്രദ ഉൾപ്പെടെ എത്രയോ ആർട്ടിസ്റ്റുകളാണ്. ഇവരൊക്കെ ഏകീകരിച്ചാണ് ഈ സിനിമകൾ. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇവരെല്ലാം മനസ്സിൽ വെച്ചിരുന്നത്. പിന്നീട് സാർ ഈ ചിന്താഗതിയോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാം അഭിനയിച്ച ആർട്ടിസ്റ്റുകളുമായിട്ട് എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പരാജയത്തിന് ശേഷം? ആദ്യമായിട്ട് ലാലുമായിട്ടാണ്. ലാല റിലീസ് ചെയ്യുന്ന ദിവസം പടം തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയ ശേഷം എന്നെ വിളിക്കുന്നുണ്ട്. ലാൽ എവിടെയോ ഷൂട്ടിങ്ങിലാണ്, ഞാൻ ചെന്നൈയിൽ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എനിക്കിങ്ങനെ കേരളത്തിൽ നിന്ന് ഫോൺ കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവരെയൊക്കെ ആയപ്പോഴത്തേക്ക് പടം ആൾക്കാർ എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലാലിനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഇൻ്റർവ്യൂവരെയൊക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട്സ് കിട്ടുന്നുണ്ടോ എന്ന് പറയും. പക്ഷേ ആ ഷോ കഴിയുന്നതോടുകൂടി വരുന്ന ഫോൺ കോളുകളുടെ ഫ്രീക്വൻസി കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇതൊരു നല്ല വാർത്ത തരാനില്ലാത്തതുകൊണ്ടാണ് വിളി വരാത്തത്. അതായത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവാത്ത
ഉണ്ടാകുമ്പോൾ എല്ലാവരും ഭയങ്കര ആവേശത്തോടെ വിളിക്കും. ഒരു പടം ഭയങ്കര സക്സസ് ആണ് എന്ന് വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും അല്ലാത്തവരും ഒക്കെ പല ഭാഗങ്ങളും വിളി വരും. പക്ഷേ ഇതിന് പതുക്കെ പതുക്കെ വിളികളങ്ങ് കുറഞ്ഞു വന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി. കാരണം അത് ആദ്യകാലത്തൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ലായിരുന്നു. ആദ്യകാലത്തൊക്കെ നമ്മുടെ സിനിമകൾ വരുമ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ഭയങ്കര അഭിപ്രായങ്ങളോ ഗംഭീരമായിരിക്കുന്നു, നന്നായിരിക്കുന്നു, തരക്കേടില്ല, കൊള്ളാം, കുഴപ്പം, ഇതൊക്കെ വിശ്വസിച്ച് നമ്മളിങ്ങനെ കുറേ കാലം ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പൊട്ടിപ്പോയി എന്നുള്ളത്. പല സിനിമകൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ ഞാൻ മുത്താരംകുന്ന് PO ഇറങ്ങുമ്പോൾ ഞാനന്ന് കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് വന്നിട്ടാണ് സിനിമ കാണാൻ വന്നത്. പാലക്കാട് ഞാൻ വന്ന് പ്രിയ തിയേറ്ററിലാണ് ഈ സിനിമയുടെ റിലീസുള്ളത്. അത് ആ കോംപ്ലക്സിൽ ചെറിയ തിയേറ്ററാണ് പ്രിയദർശിനിയാണ് വലിയ തിയേറ്റർ. തൊട്ടപ്പുറത്ത് അരോമ തിയേറ്ററുണ്ട്. പ്രിയദർശനിലും അരോമയിലും അന്നത്തെ 2 സൂപ്പർ ഹിറ്റ് ഡയറക്ടർമാരുടെ സൂപ്പർ ഹിറ്റ് ആക്ടേഴ്സുള്ള സിനിമയാണ്. ഒന്ന് ജോഷി സാറിൻ്റെ ഒന്നിങ്ങനെ വന്നെങ്കിൽ, അതിന് നദിയ മൊയ്തുൻ്റെ 2ാമത്തെ സിനിമ ഒക്കെ വെച്ചിട്ട് ശങ്കർ അങ്ങനെയൊക്കെയുള്ള വലിയ താരനിര. അടുത്ത തിയേറ്ററിൽ ബേബി ശാലിനി ഡബിൾ റോളിൽ അഭിനയിക്കുന്ന സാജൻ ഡയറക്റ്റ് ചെയ്ത ഒന്നിങ്ങ് വന്നെങ്കിൽ അല്ല ഒരു നോക്ക് കാണാം. ഈ 2 സിനിമകൾ ഓടുകയാണ്. നല്ല മഴയുള്ളൊരു ജൂൺ 21 ഞാൻ അവിടെ ആ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആ 2 അപ്പോൾ ഒരു ന്യൂൺ ഷോ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പെരുമഴയത്തും കുട പിടിച്ച് 2 തിയേറ്ററും ഭയങ്കര ക്യൂ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് എൻ്റെ തിയേറ്റർ. അവിടെ ആരുമില്ല, ഞാനോ വരാതെ നിൽപ്പുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കും മഴയും ആൾക്കാരും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഞാനോ വരാതെ നിന്ന്. അപ്പോൾ അവിടെ ഒരു ക്യാൻറ്റീൻ പയ്യനുണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ പടമെന്ന് ചോദിച്ചു. അപ്പോൾ ന്യൂൺ ഷോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഇതൊരു ഗുസ്തിപ്പടമാണ് സാർ അപ്പുറത്തെ പടം പോയി കാണാം, അത് 2ഉം കൊള്ളാമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് എനിക്ക് എൻ്റെ സിനിമയ്ക്ക് കിട്ടുന്ന റിവ്യൂ ആണ് ഒരു ക്യാൻറ്റീൻകാരൻ പയ്യൻ്റെയാണ്. ഇത് കാണണ്ടാന്ന് അവരെന്നെ അറിയില്ലല്ലോ. അപ്പം ഞാൻ എന്നിട്ട് അപ്പം തന്നെ നമ്മൾ തകർന്നു. ആദ്യത്തെ റിവ്യൂ പാലക്കാട് പ്രിയ തിയേറ്ററിലെ അന്നത്തെ ഒരു ചായക്കടക്കാരൻ പയ്യൻ്റെ കയ്യിലാണ്. പക്ഷേ തിയേറ്ററിനകത്ത് കയറിയപ്പോൾ ഒരു മറ്റിടത്ത് ടിക്കറ്റ് കിട്ടാത്ത കുറച്ച് ആൾക്കാരും കൂടെ കയറിയിരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് കണ്ടവർക്ക് അത് രസിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ നമ്മൾ ഈ ആദ്യം കിട്ടുന്ന വാർത്തകൾ ശരിയാണെന്ന് ധരിച്ചു വന്നിരുന്നു. പിന്നീടാണ് പലപ്പോഴും മനസ്സിലാകുന്നത് നമുക്ക് ആദ്യം കിട്ടിയ റിപ്പോർട്ട്സുകളൊന്നും ശരിയായ റിപ്പോർട്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ കുഴപ്പമില്ല, നല്ലതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ തരക്കേടില്ല എന്ന് കേട്ടാൽ ഞാൻ തരക്കേടില്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പടം പോയി എന്നുള്ളതാണ്. തരക്കേടില്ല എന്ന് പറഞ്ഞാൽ പടം പോയി. നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നൊരു വാക്കാണ് തരക്കേടില്ല. അല്ലെങ്കിൽ അയക്ക് ഗംഭീരമെന്ന് പറഞ്ഞൂടെ. ഗംഭീരമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കുഴപ്പമില്ല, ഇത് രക്ഷപ്പെട്ടു എന്ന് പറയും. തരക്കേടില്ല, കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ചില കാറ്റഗറൈസേഷനും ചില വിലയിരുത്തലുകളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് അല്ലെങ്കിൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഗംഭീര പടം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു റിപ്പോർട്ട് എനിക്ക് വരുന്നത് ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 1 ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഗംഭീര പടമാണ്, ഇത് 100 ദിവസം ഓടിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ധൈര്യമായി. അത് സംഭവിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. മറ്റ് പല പടങ്ങളും നമുക്ക് ഇത്തരം ഫീഡ്ബാക്ക്സ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ചാൾ നടത്തും. പിന്നെ നമ്മളിത് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ താമസിച്ചു. ഈ സിനിമയെ നമ്മൾ പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടി. കാരണം അതിന് തരക്കേടില്ല എന്ന് പോലും പറയാൻ ആളില്ലാതായിപ്പോയി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയോ, ആ സമയത്ത് ലാലേട്ടൻ്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയാം നമ്മളൊക്കെ നമ്മുടെയൊക്കെ ആ കാലത്തൊക്കെ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്ക് നമുക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ മാത്രമല്ല ആ സമയത്തുള്ള ലാലേട്ടൻ അതിന് മുമ്പ് ചെയ്തിരിക്കുന്ന നരസിംഹമായാലും അങ്ങനെ ഒരു ഭയങ്കര ഒരു ആക്ഷൻ സിനിമകൾ, പിന്നെ ഭയങ്കര റൊമാൻറ്റിക് സിനിമകൾ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ജോണർ കൺഫ്യൂഷൻ ഉണ്ട് പ്രേക്ഷകർക്ക്. അത് ആ സമയത്ത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ലാലേട്ടൻ ഒരു താരവുമാണ്, അതോടൊപ്പം ഒരു മികച്ച നടനുമാണ്. അപ്പോൾ അദ്ദേഹത്തിലെ നടനെയാണ് അല്ലെങ്കിൽ ആ നടനാണ് ഈ സിനിമ ചൂസ് ചെയ്തത്. അല്ലാതെ ഒരു താരം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് എൻ്റെ ഫാൻസിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ക്യാരക്ടറാണെന്നുള്ള തിരിച്ചറിവിലല്ല. ഇതൊരു ഗംഭീര സിനിമയാണെന്നും ഈ സിനിമയിൽ എനിക്ക് വിശാൽ കൃഷ്ണമൂർത്തി എന്നുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അന്ന് ഇങ്ങനെയല്ല ക്യാരക്ടറെങ്കിൽ പോലും ഈ സിനിമയുടെ ഭാഗമാകുന്നുള്ള അത് നടൻ എന്നുള്ള രീതിയിലാണ് ലാലേട്ടനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഹൈദരാലിയുടെ പിറകിലിരിക്കുന്ന ഞാൻ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക, എന്ത് രസമായിട്ടാണ് ലാലേട്ടൻ ആ സീൻസൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് അദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ആണെന്നേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ളൊരു അവസരമായിട്ടാണ് അതിനെ കാണേണ്ടത്.
തീർച്ചയായിട്ടും ഒത്തിരി സാറിനോട് ഇരുന്ന ഒത്തിരി ചരിത്രങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും തിരിച്ചു പറയാൻ പോലും കേട്ടോണ്ടിരിക്കാൻ നമുക്കൊക്കെ ആഗ്രഹം. ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടിലൂടെ അല്ല സിനിമയുടെ ജീവിതത്തിൽ മറ്റല്ല സിനിമയായിട്ട് വന്നപ്പോൾ ഒത്തിരി തിരിച്ചറിവുകളുള്ള ഒരു വ്യക്തിയാണ്. ആ സിനിമ നമ്മൾ അന്ന് പരാജയമെന്ന് ആരോടോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ ആ പുതിയ പ്രേക്ഷകരോട് പറയാൻ വേണ്ടി സിനിമ വരുവാണ്. റിലീസ് ജൂലൈ 26-ാം തീയതി ആണ് വെച്ചിരിക്കുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. പ്രേക്ഷകർ ഇരു കൈ നീട്ടും സ്വീകരിക്കും സാർ. കാരണം ഇപ്പോഴത്തെ പ്രേക്ഷകർ അന്നത്തെ പോലെ അല്ല. അന്നത്തെ പ്രേക്ഷകർ വേറെ വ്യൂയാണ്, അവരെ നമുക്ക് കുറ്റം പറയുന്നില്ല. പടം ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് നമ്മളിൻ്റെ അപ്ഡേറ്റ് വരുന്തോറും കാണാനുള്ള ആകാംക്ഷ കൂടുന്നു. ഞാനൊക്കെ ഈ പടം ഇറങ്ങുമ്പോൾ എനിക്ക് കാസറ്റ് ലൈബ്രറിയാണ്, വീഡിയോ കാസറ്റ് ലൈബ്രറി. അന്നൊക്കെ ഫാമിലി എടുത്തുകൊണ്ട് പോയി കാണുന്നതാണ്. കാസറ്റ് ലൈബ്രറി വീഡിയോ കാസറ്റ് ഇറങ്ങുമ്പോൾ എടുത്തുകൊണ്ട് പോയി കാണുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അന്ന് ഫാമിലി പോയിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞില്ല, കാസറ്റ് വന്ന ഉടനെ കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആളുകൾ കാണട്ടെ സാറേ. സാർ അന്ന് എങ്ങാനും സിനിമ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്രയെത്ര നല്ല സിനിമ നഷ്ടപ്പെട്ടേനെ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലതും ആലോചിക്കേണ്ടതായി വരും. ഒന്ന് നമ്മൾ പുറകോട്ട് പോയാൽ പിന്നീട് കൈപിടിച്ച് വരുത്താൻ ഒത്തിരി സുഹൃത്തുക്കളുണ്ടാകും, ഒത്തിരി പ്രേക്ഷകരുണ്ട് ആ സാറിൻ്റെ സിനിമയ്ക്ക്. അത് തന്നെയാണ് ഈ സിനിമ വീണ്ടും വരുന്നത്. അത് ലാലേട്ടൻ പറഞ്ഞ ആ ലാബിൽ, നേരത്തെ പറഞ്ഞ ലാബിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ നെഗറ്റീവ് മാത്രം അവിടെ കിട്ടിയെങ്കിൽ എന്തോ ഭാഗ്യം, ദൈവാനുഗ്രഹം ഈ സിനിമയ്ക്കുണ്ട്. ആ ദൈവാനുഗ്രഹം പോലെ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. അന്ന് പോയ പൈസ ഇന്നിപ്പോൾ ഇതിൽ മുടക്കിയ പൈസ തിരിച്ചു കിട്ടട്ടെ. അതിനുവേണ്ടി കൂടെ നിൽക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ ആശംസകളും സാർ. താങ്ക് യു. ജർമ്മൻ ഇനി റിസൾട്ടുകളെടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.